ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അവസാന കണക്ക് പ്രകാരം 2023 1892 വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടായത് 65% വർധനയാണ്. 2021 13,089 പേരും 2022 13,044 വിദ്യാർത്ഥികളും ജീവനൊടുക്കി. ജാതി വിവേചനം, മാനസികമായ ഒറ്റപ്പെടൽ, അമിതമായ പഠനഭാരം, തൊഴിൽപരമായ ആശങ്കകൾ എന്നിവയാണ് ഇതിന് പ്രധാന കാരണങ്ങളായി പറഞ്ഞിരുന്നത്. കൂടുതൽ മരണങ്ങൾ നടക്കുന്നത് IIT-കളിലാണ്. 2005 മുതൽ 2024 വരെയുള്ള കണക്ക് പ്രകാരം 115 വിദ്യാർത്ഥികളെങ്കിലും രാജ്യത്തെ വിവിധ IIT-കളിൽ ജീവനൊടുക്കിയിട്ടുണ്ട്. ഇതിൽ 98 മരണങ്ങളും ക്യാമ്പസിനുള്ളിലും 17 മരണങ്ങൾ ക്യാമ്പസിന് പുറത്തുമാണ് റിപ്പോർട്ട് ചെയ്തത്. അവസാനത്തെ 5 വർഷങ്ങളിലാണ് ഇതിൽ 65 വിദ്യാർത്ഥികളും ജീവനൊടുക്കിയത് എന്നതുകൂടി ഓർക്കണം. IIT മദ്രാസിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ രേഖപ്പെടുത്തിയത്, 26 മരണം. IIT കാൺപൂരിൽ 18, IIT ഖരഗ്പൂരിൽ 13, IIT ബോംബെയിൽ 10 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജീവനൊടുക്കുന്നവരിൽ ഭൂരിഭാഗവും ദളിത്, ആദിവാസി, മുസ്ലിം അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക സമുദായങ്ങളിൽ നിന്നുള്ളവരാണ്. വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയതിൽ വർഷവും സംസ്ഥാനങ്ങളും തിരിച്ചുള്ള കണക്കുകൾ കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമില്ല. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയതിൻ്റെ വിവരങ്ങളും സർക്കാരിൻ്റെ പക്കലില്ല. കഴിഞ്ഞ 3 വർഷത്തെ തരം തിരിച്ചുള്ള കണക്കുകൾ ലഭ്യമാക്കാൻ ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ടുകളെ ആശ്രയിക്കാനായിരുന്നു കേന്ദ്രത്തിൻ്റെ മറുപടി. വെബ്സൈറ്റിൽ 2023 വരെയുള്ള വിവരങ്ങൾ മാത്രമാണുള്ളത്. ഇതിൽ പല കണക്കുകളെ പറ്റിയും നോ റെക്കോർഡ്സ് ഫൗണ്ടഡ് എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതുകൂടിയാണ് അവസ്ഥ. സനീഷ്, ഇതിപ്പോൾ ഇയാളുടെ ക്ലാസ്, ഈ റാം എന്ന് പറയുന്ന അധ്യാപകൻ്റെ ക്ലാസ്സിൽ 1 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ അതിൽ 55 മിനിറ്റും മതത്തെക്കുറിച്ച് പറയാനും ജാതിയെക്കുറിച്ച് പറയാനും ബോഡി ഷെയിം ചെയ്യാനുമൊക്കെയാണ് വിനിയോഗിച്ചിരുന്നത് എന്നാണ് ഇതിൻ്റെ ക്ലാസ്മേറ്റ് തന്നെ, ആർച്ച തന്നെ പറയുന്നത്. അതാണ് അവസ്ഥ. പലപ്പോഴും ഈ പറയുന്ന സംഘടനാ പ്രവർത്തനമൊന്നുമില്ലാത്ത ഇത്തരം കോളേജുകളിലെല്ലാം നടക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകാറുണ്ടെങ്കിലും അതിൻ്റെ ഒരു തീവ്രത നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അതെ, അതായത് ഇതിനകത്ത് ഹർഷ, നമ്മൾ നേരത്തെ കൊടുത്ത ബൈറ്റുകളുടെ കൂട്ടത്തിൽ ആർച്ചയുടെയും മറ്റും നയന എന്ന പേരുള്ളൊരു കുട്ടിയുടെ, ഒരു പെൺകുട്ടിയുടെ കൂടെ ബൈറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാനത് ആ സമയത്ത് ലൈവ് വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10-10 അത് സമരം അവിടെ നടക്കുമ്പോഴാണ് ഈ കുട്ടികളുടെ ബൈറ്റ് വരുന്നത്. അതിനകത്ത് കുട്ടി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതായത് തലക്കടിക്കുക, ഇയാൾ നമ്മൾ കരുതിയതിനേക്കാൾ കൂടുതൽ, അതായത് നമ്മൾ കരുതിയത് ആ സംഭവം നടന്ന ആ സമയത്ത് വെച്ച ഒരു ജാത്യധിക്ഷേപമാണ് എന്നാണല്ലോ. അങ്ങനെയല്ല, അങ്ങനെ മാത്രമല്ല, അതിനു മുമ്പ് ഇയാൾ നിരന്തരം പ്രശ്നക്കാരനാണ്. ഇയാൾ ഉപദ്രവിക്കുക എന്നത് വല്ലാത്ത തോതിലുണ്ട്. ബോഡി ഷെയിം ചെയ്യുക, ജാതീയമായിട്ടും മതപരമായിട്ടും അധിക്ഷേപിക്കുക എന്ന് ഇയാൾ പതിവാക്കിയിരുന്നു എന്നാണ് ആ കുട്ടി. നമ്മളത് 2 ദിവസം അവർ മിണ്ടാതിരുന്നു, കാരണം അവർക്ക് ഭയമായിരുന്നു. ഇപ്പോൾ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ അവർ വൈകാരികമായിട്ട് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ കേൾക്കുമ്പോൾ അത് വസ്തുതാപരമായിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോകും. കാരണം അങ്ങനെ ഇയാൾ നിരന്തരം ഇത് തൊഴിലാക്കിയിരിക്കുകയാണ്. ഇയാൾ ഇത്രയും നിന്ദ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് അധ്യാപകർ, ഈ സംഗീതയെ പോലുള്ള മറ്റ് അധ്യാപകർ മിണ്ടാതിരിക്കുകയുമായിരുന്നു എന്നത് കേൾക്കുമ്പോഴാണ് ഈ വലിയ വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ള ഈ മനുഷ്യർ, അധ്യാപകർ, കുട്ടികളെ നല്ല പാതയിലേക്ക് നയിക്കേണ്ടുന്ന അധ്യാപകർ എത്രമാത്രം ദുഷ്ടമായിട്ടുള്ള മനസ്സുകൊണ്ടാണ് ഈ അവരുടെ അധികാര പദവി, അധ്യാപകർ എന്ന അധികാര പദവി വിനിയോഗിക്കുന്നത് എന്ന തോന്നലാണ് നമുക്കുണ്ടാകുക. ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ വന്ന വിവരങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ജാതി, ഈ പുതിയ കാലത്തിൻ്റെ ലോൺ സംഗതികൾ, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് കുട്ടികൾ നേരിടുന്ന വലിയ ഈ വിവേചനവും സമ്മർദ്ദവും ഈ ഭയപ്പെടുന്ന സംഭവങ്ങൾ, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുതും പ്രധാനവുമായിട്ട് ഈ ജാതി പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ലോണിൻ്റെ കാര്യം അതിൻ്റെ വിശദാംശങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് 14,000 രൂപയാണ് ഓൺലൈൻ ലോൺ എടുത്തിരിക്കുന്നത്. 14,000 രൂപ എത്ര നിസ്സാരമായ തുകയാണെന്ന് ആലോചിക്കും. 14,000 രൂപ. പക്ഷെ അവർക്കത് നിസ്സാരമല്ല. അവർക്കത് നിസ്സാരമല്ലാതാകുന്നതും ഈ ലോൺ ആപ്പിൻ്റെ കുഴപ്പത്തിനകത്തേക്ക് ചെന്ന് വീഴുന്നു പോകുന്നതും എന്തുകൊണ്ടാണ്? അത് ഈ ജാതീയമായിട്ടും മറ്റുമുള്ള വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ദാരിദ്ര്യാവസ്ഥ കൊണ്ടാണ് എന്ന് നമ്മൾ അതിനെയും കൂടെ ചേർത്ത് വായിക്കണം. ഇപ്പം ലോൺ ആപ്പാണ് പ്രശ്നമെന്ന് ചിലരെങ്കിലും പറയുന്ന ഇതിനെതിരായിട്ട് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലോൺ ആപ്പിലേക്ക് ലോൺ എടുക്കാൻ ഇത്രയും ചെറിയ തുക പോലും എടുക്കേണ്ടതായിട്ട് ആ ലോൺ ആപ്പിലേക്ക് കുഴപ്പത്തിലേക്ക് ചെന്ന് പോകുന്നുണ്ട് ആളുകളെങ്കിൽ അതിന് പോലും ഇതൊരു കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 14,000 രൂപ ലോൺ എടുത്തത് കുടുംബമാകെ ആലോചിച്ചിട്ടാണ്. ആ കുട്ടിയുടെ അമ്മയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അമ്മയുടെ പേര് ലത എന്നാണ്. ലത എന്ന പേര് തന്നെയുള്ളൊരു ടീച്ചർ കൂടെ ഈ കുട്ടിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അപ്പോൾ ഈ ലോൺ ആപ്പുകാർ ചെയ്യുന്നത് അങ്ങേയറ്റം നിയമലംഘന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിനകത്ത് ഈ ഫോണിൻ്റെ ഡാറ്റയാകെ എടുത്തിട്ട് അവരതിനകത്ത് ഈ കോൺടാക്റ്റ് ലിസ്റ്റോ മറ്റോ കൈവശപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് അമ്മയുടെ ഫോണെന്ന
നിലയിലോ മറ്റോ ഈ ടീച്ചറുടെ ലത എന്ന് പേരുള്ള ടീച്ചറിലെ ഫോണിലേക്ക് കോൾ വരികയോ മറ്റോ ചെയ്തു എന്നാണ് ഇത് ഒഫീഷ്യലായിട്ട് വായിച്ചല്ല, പലയിടങ്ങളിലായിട്ട് ചെറിയ വിവരങ്ങൾ ഞാൻ വായിച്ചാണ്. ഇതിൻ്റെ കൃത്യമാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് പരിശോധിക്കേണ്ട. പക്ഷേ എന്തായാലും അതിന് തെളിവുകളടക്കമുള്ള കാര്യങ്ങളായിട്ടാണ് ഈ സഹപാഠികളടക്കമുള്ള ആൾ പറയുകയോ എഴുതുകയൊക്കെ ചെയ്തതായിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഈ ടീച്ചറുടെ ഫോണിലേക്ക് നിരന്തരമായിട്ട് കോൾ വരുന്നത്. അപ്പോൾ ഈ കുട്ടിയെ വിളിച്ച് ഇതിൻ്റെ പേരിലാണ് അവസാനത്തെ ഈ സംഭവത്തിൽ ഇൻസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, ഞങ്ങൾ അറിഞ്ഞ് കുടുംബമായിട്ട് എടുത്തൊരു ലോണാണ്, ഞങ്ങൾ പൈസ അടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ ഓൺലൈൻ ലോണുകളുടെ അവർ വാങ്ങിയ പണവും അതിൻ്റെ പലിശയും കൂട്ടുപലിശയും ഇരട്ടിയായിട്ട് പണം അടച്ചാൽ പോലും ഇവർ വിടുകയില്ല എന്ന് നമുക്ക് ഇതിനകം തന്നെ പല സംഭവങ്ങളിലൂടെ അറിയാമല്ലോ. അപ്പോൾ അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ വീട്ടുകാരെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആളുകൾ അധ്യാപകർ അറിയിച്ചിട്ടേ ഇല്ല. ഞാൻ പഠിപ്പിക്കുന്നൊരു കുട്ടി ഒരു പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുകയാണ്, ഒരു ബുദ്ധിമുട്ടിൽ കിടക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ, അധ്യാപകൻ മനസ്സിലാക്കിയാൽ, ആ അധ്യാപകരുടെ ചുമതല എന്താണ്? ആ പ്രശ്നം പരിഹരിച്ച് ആ കുട്ടിയെ റിലാക്സ് ചെയ്യിക്കാൻ ചുമതലയുള്ള അധ്യാപകർ പക്ഷേ കുട്ടിയെ മരണത്തിന് വിട്ടുകൊടുക്കുക ചെയ്തിരിക്കുന്നത്. ആ വീട്ടുകാരെ ഒരിക്കൽ പോലും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയിച്ചിട്ടില്ല. അതിനു മുമ്പും ഇയാളെ ബോഡി ഷെയിം ചെയ്യുകയും ജാതീയമായിട്ട് അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന ഈ അധ്യാപകൻ്റെ മുന്നിലേക്ക് ഇങ്ങനൊരു സംഭവം കൂടെ കിട്ടുകയാണ് ഉണ്ടായതെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അയാൾ അവിടെ വിളിച്ചിരുത്തിയിട്ട് മറ്റ് അധ്യാപകരുടെ മുന്നിൽ നിന്ന് ഈ കുട്ടിയെ വല്ലാത്ത തോതിൽ അധിക്ഷേപിച്ചു. ഇതാണ് ഉണ്ടായത്. വല്ലാത്ത തോതിൽ അധിക്ഷേപിച്ചു. അതായത് വളരെ കഠിനമായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ കടന്നു വന്നിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന് പോലും പോകാതെ എൻട്രൻസ് നേടിയ സമ്പത്തുള്ള കുട്ടികൾ പണം ധാരാളം ഒഴുക്കിയിട്ട് കോച്ചിങ്ങിന് ധാരാളമായിട്ട് പോയിട്ട് പരീക്ഷ എഴുതി പാസ്സാകുന്നിടത്ത് കോച്ചിങ്ങിന് പോലും പോകാതെ എൻട്രൻസ് എഴുതിയെടുത്തിട്ട് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി വന്ന, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വന്ന ബുദ്ധിശാലിയായിട്ടുള്ള കഠിന ജീവിത യാഥാർത്ഥ്യങ്ങൾ അനവധിയായിട്ട് നിശ്ചയമായിട്ടും കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഈ കുട്ടി അതെല്ലാം കടന്നു വന്നിട്ട് ഈ അച്ഛൻ്റെ അമ്മയുടെ നമ്മൾ കണ്ടില്ലേ, അവരുടെ ഹൃദയം പൊട്ടിയുള്ള നിലവിളി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ. അദ്ദേഹം എപ്പോഴും പോലും ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം അതിൻ്റെ ആഘാതത്തിന് വിമുക്തനല്ല, അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും. അപ്പോൾ അത്രയും കഠിനമായുള്ള കാലങ്ങൾ കടന്നു വന്ന ആ കുട്ടിയെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പൊയ്ക്കളയാൻ പ്രേരിപ്പിക്കും വിധം അതിനിന്ദ്യമായിട്ട് അധിക്ഷേപിച്ചു ഈ ആളുകൾ എന്ന് നമ്മൾ അറിയുകയാണല്ലോ. അപ്പോൾ മറ്റു കുട്ടികൾ പറയുന്നു, ഈ ഡോക്ടർ റാം അങ്ങേയറ്റം ദുഷ്ടനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു എന്ന് കുട്ടികൾ ഒരുപാട് ഉദാഹരണങ്ങളോടെ പറയുമ്പോൾ ഇയാൾ ആ കുട്ടിയെ ആ അധ്യാപകരുടെ സദസ്സിൽ വെച്ച് എത്രമാത്രം മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും എന്ന് പറയാൻ നമുക്ക് ഒരു CCTV ക്യാമറയുടെയും വിഷ്വലിൻ്റെ ആവശ്യമില്ല, നമുക്കതറിയാം. അപ്പോൾ അവിടെ ഇരുന്ന മറ്റ് അധ്യാപകർ ആരും മിണ്ടിയില്ല. ഈ സംഗീത നമ്പ്യാരെ കുറിച്ചിട്ട് ആ വന്നിരിക്കുന്ന കത്തിലോ അല്ലെങ്കിൽ കുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ ഉള്ളത് ഒരക്ഷരം മിണ്ടിയില്ല ഇവരാരും എന്നാണ്. അതായത് നിങ്ങളുടെ കയ്യിലേക്ക് വന്ന് പെടുന്നൊരു വിദ്യാർത്ഥി, അയാളെ എക്യുപ്ഡ് ചെയ്തിട്ട് ലോകത്തിലേക്ക് വിട്ട് അവർ സ്വന്തം തൊഴിലും ജീവിതവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ കരുത്തരാക്കിയിട്ട് പറഞ്ഞേക്കാൻ ഉത്തരവാദിത്തമുള്ള അധ്യാപകർ അവിടെ ഒരു കുട്ടിയുടെ ചിറക് അറ്റിച്ച് മുറിച്ച് കളഞ്ഞിട്ട് മരണത്തിലേക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എത്രയോ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. അപ്പോൾ നേരത്തെ ഞാൻ കണ്ട ആ പെൺകുട്ടി നയന എന്നാണെന്ന് തോന്നുന്നു ആ കുട്ടി പേര് പറഞ്ഞത്. ആ കുട്ടി സ്വന്തം നിലക്ക് പരാതി കൊടുത്ത കുട്ടിയാണ്. ആ ബൈറ്റിൽ അതുണ്ടായിരുന്നു. അതായത് അവർ തന്നെയും പോയി പരാതി കൊടുത്തതാണ്. കാരണം ഇയാൾ അത്രമേൽ ഉപദ്രവിച്ചതുകൊണ്ട്. ഒരുപാട് ആളുകൾക്ക് ഈ കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇയാൾ അവിടെ വിലസി നടക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അധ്യാപകർ കുട്ടികളെ രക്ഷപ്പെടുത്തുകയും സംരക്ഷിക്കുകയും അവരെ പുറം ലോകത്തിൻ്റെ വിശാലതയിലേക്ക് പറഞ്ഞേക്കാൻ പ്രാപ്തരാക്കുകയും കരുത്തു നൽകുകയാണ് വേണ്ടത് എന്നറിയാവുന്ന മറ്റധ്യാപകരെല്ലാം ചേർന്നിട്ട് ഈ കുട്ടികളെ ചിറക് അടിച്ചൊതുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ്. അതിൻ്റെ രക്തസാക്ഷിയാണ്. ഇപ്പോൾ നമ്മുടേതുപോലൊരു നാട്ടിൽ നിന്നുണ്ടായി ആ കാര്യത്തിൻ്റെ ഗൗരവം അറിഞ്ഞ എല്ലാ ആളുകളും യാതൊരു കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും വന്ന് അവിടേക്ക് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾക്കൊപ്പം നിന്നു. അവർക്കത് വലിയ ആശ്വാസമായിരിക്കും സ്വാഭാവികമായിട്ടും. അവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വലുപ്പം ഒരിക്കലും അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നതല്ല. അത് നഷ്ടപ്പെട്ടതിൻ്റെ വലുപ്പം അങ്ങേയറ്റത്തെ വലിയ കാര്യമാണ്. അതായത് നമുക്ക് ഇന്നലത്തൊക്കെ കരച്ചിലാണ്ട് അങ്ങോട്ടേക്ക് TV നോക്കാൻ പറ്റാത്ത വിധമായിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രകാശമായിരുന്നു ഹർഷാദ് ആ കുട്ടി. അതായത് ആ കുട്ടി വളർന്ന് ഈ കുട്ടി ഈ പഠനം കഴിഞ്ഞ് അവരെ രക്ഷപ്പെടുത്തും എന്നത് ഓരോ ഘട്ടത്തിലും അവർ സംസാരിക്കുന്നതിനും കരയുന്നതിനും നമുക്ക് കാണാം. ആ പെങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം. അവരുടെ വീട്ടിൽ അവർക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തതുകൊണ്ട് സംസ്കരിക്കാൻ പോലും ഈ പെങ്ങളുടെ വീട്ടിലാണ് കൊണ്ടുപോയി വെക്കേണ്ടി വന്നത്. അപ്പം ആ നിലക്ക് അങ്ങേയറ്റം ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ്. ഏതായാലും നാട്ടുകാരുടെ ഒരു കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയുള്ള ഒരു ഇത് അതിനോടൊപ്പം ഉണ്ടായി. അപ്പോൾ അത് ചേർന്നിട്ട് അങ്ങനെ നമുക്ക് തിരിച്ചു കൊടുക്കാനൊന്നും പറ്റുന്നല്ല അവർക്ക്. പക്ഷേ ഇനി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓരോ സംഭവം ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെയും വന്നതാണ്. നമുക്കറിയാം ജിഷ്ണു എൻ്റെ കാര്യം അറിയാം. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നതാണ്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ജാതീയമായിട്ടുള്ള അധിക്ഷേപവും ജാതീയമായിട്ടുള്ള ഒരു വലിയ പ്രശ്നം ഇതിനകത്ത് വളരെ വലുതായിട്ടുണ്ട്. കാരണം അമ്മയെ കളിയാക്കുന്നു, അമ്മയുടെ അസുഖത്തെ കളിയാക്കുന്നു, ഇയാളുടെ ബോഡിയെ കളിയാക്കുന്നു, ഇയാളുടെ നിറത്തെ കളിയാക്കുന്നു. ഇയാൾ ഈ 14,000 രൂപ ലോൺ വഴി എടുക്കേണ്ടി വന്നിരിക്കുന്നു. അത് തിരിച്ചടക്കാൻ പറ്റിയിട്ടില്ല എന്ന ഒരു സാഹചര്യമുള്ളൊരു കുട്ടിയെ
എന്താ ചെയ്യുക? ഒരു അധ്യാപകൻ എന്താ ചെയ്യേണ്ടത്? അയാളുടെ കൂടെ നിന്നു കൊടുക്കലേ വേണ്ട. നമ്മുടെ നാട്ടിലെ മലയാള സാഹിത്യത്തിലൊക്കെ വലിയ കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കാരൂരിൻ്റെ ഒക്കെ ഏതൊരു കഥ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ എപ്പോഴും ഈ അധ്യാപകർ അവരുടെ ഭക്ഷണം കുട്ടികൾക്ക് കൊടുത്തിട്ട് വളർത്തിക്കൊണ്ടുവന്ന അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെയൊക്കെ കഥകളുള്ളൊരു നാട്ടിൽ ഇത് അവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അയാളുടെ സാഹചര്യം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉതകും വിധം ഒരു സംഭവം വളരെ വലുതായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് പോലും ആ കുട്ടിയെ മരണത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഒരർത്ഥത്തിൽ കൊല്ലുകയാണ് ഈ റാമും സഹ അധ്യാപകരും ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ ലോൺ ആപ്പ് എന്ന് പറയുന്നത് മറ്റൊരു സാമൂഹ്യ ദുരന്തമാണ്. അതിനെന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കൊന്നും ഇതിനെ തടയിടാൻ പറ്റാത്തത്? ഞാൻ പറയുന്നത് ഈ ദേശീയ സർക്കാരിനാണെങ്കിലും സംസ്ഥാന സർക്കാരുകൾക്കാണെങ്കിലും തടയിടാൻ പറ്റാത്തത് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുകയാണ്. കാരണം അത്തരം ഒരുപാട് സംഭവങ്ങൾ പുറത്തു വരാതെ നടക്കുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത്. അതായത് ഈ ഫോൺ വഴി ഓൺലൈൻ ആപ്പ് പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ സാധാരണക്കാരായുള്ള മനുഷ്യർ ഈ ലോൺ എടുക്കുകയാണ്. ലോൺ എടുക്കുമ്പോൾ നമ്മുടെ ഡാറ്റ മുഴുവൻ അവരുടെ കൈവശമാവാണ്. ആ ഡാറ്റയിലെ ഫോട്ടോസും മറ്റു പലതും ഉപയോഗിച്ചിട്ട് ആളുകളെ ഇൻസൾട്ട് ചെയ്യുകയും ഹ്യൂമിലിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ട് അവരുടെ നിന്ന് പണം അവർ വാങ്ങിയതിൻ്റെ 10 ഇരട്ടിയും അതിൽ കൂടുതലും വാങ്ങിച്ചെടുക്കുകയും അവസാനം രക്ഷയില്ലാത്ത വിധം അവർ മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്ന സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. അപ്പം വളരെ വലിയ ജാതി അധിക്ഷേപം എന്ന ഒരു സംഭവവും അതോടൊപ്പം ചേർന്ന് മറ്റ് പല പല പ്രശ്നങ്ങളും ഏറ്റവും ഗൗരവതരമായിട്ട് ഈ സംരക്ഷിക്കേണ്ടുന്ന ആളുകൾ തന്നെ ഇൻസൾട്ട് ചെയ്ത് കൊന്നുകളയുക എന്നതിലേക്ക് ഈ കുട്ടി എത്തിച്ചു. നിതിൻ രാജ് നേരത്തെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ രോഹിത് വെമുലയാണ് കേരളത്തിലെ. നമ്മുടെ നാട്ടിനകത്തുള്ള ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇനി അങ്ങോട്ട് അത്തരം ഒരു ബുദ്ധിമുട്ടിലേക്ക് കുട്ടികൾ പോകാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ സമൂഹമാകെ തന്നെയും പോകണമെന്നൊക്കെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ തോന്നുന്നത് ഹർഷ, അല്ലേ? തീർച്ചയായും. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ സനീഷ്, ഈ കേരളത്തിൻ്റെ ഒരു ചരിത്രം തന്നെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ രജനി അസ്താനന്ദിൻ്റെ കാര്യമായാലും ജിഷ്ണുവിൻ്റെ കാര്യമായാലും അതിനുശേഷം വന്നിരിക്കുന്ന ഈ സംഭവം ഇതിൻ്റെ കാര്യമായാലും ഒക്കെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം, ഇത് ദേശീയ തലത്തിൽ നോക്കിയാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ, ഇതിനേക്കാൾ പരിതാപകരമാണ്. അപ്പോൾ ഒരു അവസ്ഥ എന്താണ്? ഏറ്റവും സാധാരണക്കാരായ ദാരിദ്ര്യാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ഈ ജാതി ശ്രേണിയിൽ വിവേചനം നേരിടുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഈ മരണത്തിന് ഇരയാവുന്നത്, ഇത്തരത്തിൽ അല്ലെങ്കിൽ ജീവൻ ഒടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സാഹചര്യങ്ങൾ അവരെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മളിവിടെ കുറേ കണക്കുകൾ പറഞ്ഞു. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ IIT-കളിൽ IIM-കളിൽ ഇതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് ഈ തരത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒക്കെ കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള ദുരവസ്ഥ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അവിടുത്തെ ഈ അധ്യാപകർക്കിടയിലെ സാമുദായിക അനുപാതം അടക്കം മുമ്പ് വാർത്ത വന്നിട്ടുണ്ട്. IIT-കളുടെ അധ്യാപകരാരാണ്? IIM-കളുടെ ആരാണ്? ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകരാരാണ്? ഒരിക്കലും ഈ പറയുന്ന സംവരണ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് അവിടെ അധ്യാപകരെ നിയമിക്കുന്നത്. ആ അധ്യാപകരുടെ നിരന്തരമായിട്ടുള്ള ഇത്തരം ജാതി ഭത്സനങ്ങളെല്ലാം ഏറ്റുവാങ്ങി, ഇത്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഈ മറ്റു വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചു വരേണ്ടത്. ഈ കണക്കുകൾ, ഈ ജാതി അടക്കം യാഥാർത്ഥ്യമായിരിക്കുന്ന രാജ്യത്തെ എല്ലാ കണക്കുകളിലും അത് ഉൾപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഈ കണക്കുകളിലൊന്നും അത് ഉൾപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന നമ്മുടെ കണക്കുകളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ സാമുദായികമായി ഇതൊക്കെ ആരൊക്കെയാണ്? ഇതല്ലാതെ വിവിധ സംഘടനകളൊക്കെ പഠിച്ചിട്ടാണ് പിന്നെ ഈ കണക്കുകളൊക്കെ പുറത്തു വിടുന്നത്. ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഇത്തരത്തിൽ മരണത്തിനിരയാവുന്നത് എന്നുള്ള കണക്ക് പുറത്തു വിടുന്നത് മറ്റ് സംഘടനകളൊക്കെ പഠിച്ചിട്ടാണ്. ഇതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നോക്കിയാൽ ഈ കണക്കില്ല എന്നാണ് അവർ പറയുക. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളാണ് പിന്നെയുള്ളത്. ആ കണക്കിൽ ഈ കാര്യം പറയുന്നില്ല. ഈ കാര്യം തരംതിരിച്ച് ലഭിക്കുന്ന സാഹചര്യമില്ല. അപ്പോൾ ഒരു ഉദാസീനത ഇത്തരം കാര്യങ്ങളിൽ നിരന്തരം മരണങ്ങൾ ഉണ്ടാകുമ്പോഴും രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുമ്പോഴും രോഹിത് വെമുല പോലെയുള്ളവരുടെയൊക്കെ മരണം ഉണ്ടാകുമ്പോൾ രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥികളും തെരുവിലിറങ്ങുമ്പോഴും പോലും ഈ കാര്യത്തോട് വേണ്ടത്ര ഗൗരവത്തോടെ ഉള്ള സമീപനമെന്നല്ല നമ്മളതിനെ പറയേണ്ടത്. ഇതിനോട് ഒട്ടും താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതിൻ്റെ മരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികൾ സഹപാഠികൾ പറയുന്നത് കേട്ടു നോക്കുക. അതായത് ആ ക്ലാസ് റൂമിൽ ഇങ്ങനെ നിരന്തരം അയാൾ ജാതിയും മതവും പറയാനാണ് പ്രയോജനപ്പെടുത്തുന്നത് ഈ സമയം മുഴുവൻ. ഇത്തരം സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വരുമ്പോൾ പലതരത്തിലുള്ള സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ആളുകൾ പഠിച്ചിറങ്ങുന്നതിനുമൊക്കെ ഇത് അനിവാര്യമാണ് എന്ന് വാദിക്കുന്നവരായിരുന്നു ഭൂരിപക്ഷം ഒരു സമയത്ത്. പക്ഷേ എന്താ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇത്തരം മരണങ്ങൾക്ക് ഒരു ഉത്തരവാദിയും ഇല്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. ഇത് എനിക്കൊരു സംശയമില്ല. ഞാൻ പഠിച്ചു വന്ന സാഹചര്യത്തിൽ, അതായത് കോളേജിലൊക്കെ പഠിക്കുന്ന സാഹചര്യത്തിലൊന്നും
ഒരു സനീഷിൻ്റെ ക്ലാസ്സിൽ ഇതുപോലെ ഏതെങ്കിലും അധ്യാപകന് സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ലായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ പറ്റില്ല. നമ്മൾ പഠിക്കുന്ന കാലത്ത് മറ്റേതോ ക്ലാസ്സിലൊക്കെ ഇതുപോലെ ഏതോ അധ്യാപകൻ കുഴപ്പമുണ്ടാക്കുന്നിടത്ത് നമ്മൾ ചെന്ന് വേറെ കുഴപ്പമുണ്ടാക്കിയിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ച് ആ വിദ്യാർത്ഥികളെ അങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന തരത്തിൽ ഇടപെടരുതെന്ന് അധ്യാപകരോട് നമ്മൾ താക്കീത് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് അത്തരം ഒരു സാഹചര്യം ഇല്ല. ഇപ്പോൾ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ ഇന്ന് സമരത്തിന് ഇറങ്ങിയിരിക്കുക അവിടെ. അതായത് കഴിഞ്ഞ 4.5 വർഷക്കാലം അവരിതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 4.5 വർഷത്തിന് ശേഷം ഈ സംഭവം, ഇതിൻ്റെ ആത്മഹത്യക്ക് ശേഷമാണ് അവരിപ്പോൾ സമരത്തിന് അവിടേക്ക് ഇറങ്ങുന്നത്. അവിടെ ഈ സംഘടനാ പ്രവർത്തനമൊക്കെ നിരോധിച്ചുകൊണ്ട് ഇങ്ങനെ, അതായത് ഈ നെഹ്റു കോളേജിലെ ജിഷു പ്രണോയുടെ മരണത്തിന് ശേഷം ഈ ചർച്ച ഒരു തവണ ഉയർന്നു വന്നതാണ്. അപ്പോഴും വലിയൊരു വിഭാഗം രക്ഷകർത്താക്കൾ അടക്കമുള്ളവർ വാദിക്കുന്നത് എന്താണെന്നറിയോ? ഇതൊന്നും വേണ്ട, സംഘടനയൊക്കെ ഉള്ളപ്പോഴാണ് കൂടുതൽ കുഴപ്പമുണ്ടാവുക, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ളതാണ്. ഇത് എല്ലാ കാലത്തേക്കും, അതായത് ആ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ 2 തരത്തിലാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതും പഠിച്ചിറങ്ങുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, ഇയാളുടെ ഈ ജാതി വ്യവസ്ഥയൊക്കെ ഇയാൾ പഠിപ്പിക്കുന്ന ഇത്തരം ജാതീയമായ സംഗതികളെയും മതപരമായ സംഗതികളെയും അങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചിറങ്ങുന്ന ഒരു വലിയ വിഭാഗം അതിനകത്തുണ്ടാവും. ബാക്കിയുള്ള കുട്ടികൾ എന്താണ്, ഇതിൻ്റെ എല്ലാം നിരന്തര പീഡനങ്ങൾ ഏറ്റുവാങ്ങി അതിൻ്റെ ഒരിക്കലും മായാത്ത മുറിവുകളോടെ ജീവിക്കേണ്ടി വരുന്ന വേറൊരു വിഭാഗം ഉണ്ടാവും. ഇതിങ്ങനെയാണല്ലോ പരുവപ്പെടുക. അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടേ. ഈ മാനേജ്മെൻറ്റുകൾക്ക് ആകെ ഈ സമ്പത്ത് ആർജിക്കുക, പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല. രാവിലെ വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ ഈ മത്തിക്കച്ചവടം പോലെയാണ് ഇവർ ഈ പറഞ്ഞ അഡ്മിഷൻ കൊടുക്കുന്നതോ അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് കിടക്കുന്നതോ ഇതിൻ്റെ പണപ്പിരിവ് നടത്തുന്നതോ. അതല്ലാതെ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണമില്ല. ഡീനിന് തുടർച്ചയായി പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പലരും. ആ പരാതികളൊക്കെ ഈ വെള്ളത്തിൽ വിളച്ച വരയായി പോവുകയാണ്. ഇയാൾക്ക് അതെല്ലാം ആവർത്തിക്കാനുള്ള അവസരമുണ്ട്. 3 മാർക്ക് കുറച്ച് കൊടുത്തിട്ട് നിൻ്റെ വീട്ടുകാർക്ക് സർപ്രൈസ് ആയിക്കോട്ടെ, അതിനാണ് 3 മാർക്ക് കുറച്ച് തന്നിരിക്കുന്നതെന്ന് പറയുക. തനിഷ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോൺ ആപ്പുകൾ എടുക്കേണ്ടി വരുന്നത് ആരാണ്? ഒരു സംശയമില്ലാതെ പറയാം, ഈ പിന്നാക്കാവസ്ഥയിലുള്ള ഏറ്റവും ദരിദ്രാവസ്ഥയിലുള്ള ദളിതരും അതിപിന്നോക്കക്കാരുമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ലോൺ ആപ്പുകളിൽ ഏറ്റവും അധികം കുടുങ്ങുക. എന്താ, വേറൊരു നിവൃത്തിയില്ല. എവിടെയെങ്കിലും പോയി കടം വാങ്ങാൻ പറ്റുന്ന, ഓക്കെ ഇവന് കടം കൊടുത്താൽ ഇവൻ തിരിച്ചു തരുമെന്ന് തോന്നി കടം കൊടുക്കാവുന്ന ഒരവസ്ഥ പോലും ഇല്ലാത്ത ദാരിദ്ര്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് ലോൺ ആപ്പിൽ നിന്ന് കടമെടുക്കുക. ആ കടമെടുക്കുന്ന ആളെ എങ്ങനെ വരിച്ചു കൊടുക്കുക? അതായത് ദരിദ്രനെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ലോൺ ആപ്പുകൾ എന്ന് പറയുന്നത്. ഈ പുതിയ സോഷ്യൽ മീഡിയ കാലത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന വാട്സാപ്പിലൂടെയൊക്കെ വരുന്ന ലോൺ ആപ്പുകൾ പഴയ ഈ കന്നുവെട്ടിക്കാരെന്ന് വിളിക്കുന്ന കക്ഷികളുണ്ടല്ലോ, അവരെക്കാൾ ക്രൂരരാണ്. അപ്പോൾ അതിനേക്കാൾ ക്രൂരരാണ്. മാത്രമല്ല, ഇത് ഒരു ഒറ്റയടിക്ക് ഒരു സമൂഹത്തിന് മുന്നിൽ സമ്പൂർണ്ണമായി നശിപ്പിച്ചു കളയും. അവരുടെയൊക്കെ സ്ട്രാറ്റജി ഇതാണ്. കടം വാങ്ങിച്ചിട്ട് നീ തിരിച്ചു തന്നില്ലല്ലോ എന്നുള്ളതാണല്ലോ. കടം വാങ്ങുന്നവൻ അവൻ്റെ ദാരിദ്ര്യാവസ്ഥ എത്ര തന്നെ ഭീകരമാണെങ്കിലും അവൻ നിരന്തരം അപമാനിതനാകുന്നത് അവൻ്റെ കുഴപ്പം കൊണ്ടെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം നേരിട്ട് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുക. കാരണം ഇവൻ്റെ ഈ സാധാരണ പലപ്പോഴും ഈ ലോൺ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ആപ്പിൽ ആ അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ ഈ കോണ്ടാക്റ്റ് മിക്കവാറും ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ആ ഷെയർ ചെയ്യപ്പെടുന്ന കോണ്ടാക്റ്റിലുള്ള പലരെയും ഇതുപോലെ വിളിച്ചിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, എനിക്കൊരു കോൾ വന്നിട്ടുണ്ട് ഒരിക്കൽ. കാരണം എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്, പക്ഷേ ഈ അയാളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടാവും. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇയാൾ പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളത് ആരോ വിളിച്ചു പറയുകയാണ്. അപ്പോൾ അപമാനിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ പല തരക്കാരുണ്ടല്ലോ ഒരാളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ, അവരെല്ലാവരെയും വിളിച്ചു പറഞ്ഞ് അപമാനിക്കുക. ഇതിപ്പോൾ ഈ കുട്ടിയുടെ കോളേജിലെ അധ്യാപികയ്ക്ക് ഒരു കോൾ വരിക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ എല്ലാ കാലത്തും അധ്യാപകർ, ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ചില സ്ഥാനാർത്ഥികൾ അവരുടെ അധ്യാപകർ ഇങ്ങനെ വിശന്ന് നിന്നപ്പോൾ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടുള്ള കഥയൊക്കെ പറയുന്നത് ഞാൻ ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പോൾ അതായത് എല്ലാ കാലത്തും അധ്യാപകർ അങ്ങനെ കൈപിടിച്ച് കൊണ്ടുവരുന്ന അധ്യാപകരുണ്ട്. ഇതൊക്കെ ഏതോ വിവരദോഷിയാണ്. ഇയാളെന്നോ അധ്യാപകനായിട്ട് വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല. കേരളീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒട്ടും കഴിയാത്ത ആളുകളാണ്. പിന്നെ ഈ മർദ്ദനമുറകളുടെ കാര്യം പറഞ്ഞില്ലേ, ഇത് കേരളത്തിന് പുറത്ത് പല സ്ഥാപനങ്ങളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നിരന്തരം നടക്കുന്നതാണ്. കേരളത്തിൽ സാധാരണ ഇല്ലാത്തതാണ്. ഇപ്പോൾ അത് നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കോളേജ് വിട്ട് വന്ന് കുറേ കാലമായതുകൊണ്ട് നമ്മളിപ്പം ഞെട്ടലോടെ തിരിച്ചറിയുകയാണ്. ഈ കോളേജുകൾ, ക്യാമ്പസുകളിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് തലയ്ക്കടിക്കുക എന്നൊക്കെ കേരളത്തിൽ വിട്ടു പോയാൽ പല സംസ്ഥാനങ്ങളിലും പോയാൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കാണുന്ന സംഗതികളാണ്. നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. ഏതെങ്കിലും ക്യാമ്പസിൽ, അത് ഞാനിത് നമ്മൾ ആവർത്തിച്ച് പറയാൻ കാരണം ഇത് കാണുന്ന ഏതെങ്കിലുമൊക്കെ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തിരിഞ്ഞു നിന്ന് ചോദ്യം നിതിൻ ചോദ്യം ചെയ്ത ആളാണ്. പക്ഷേ അതിനപ്പുറത്ത് അവഹേളനമാണ് അയാൾക്ക് നേരിടേണ്ടി വന്നതെന്നുള്ളതുകൊണ്ടാണ് ഇത്തരം അധ്യാപകരെ വെച്ച് ഉറപ്പിക്കരുത്. കാരണം ഈ വിദ്യാർത്ഥികൾ ഇതൊന്നും ഈ പീഡനം ഏറ്റുവാങ്ങേണ്ടവരല്ല വിദ്യാർത്ഥികൾ. ഇതിനകത്ത് ശ്രീനാരായണൂർ പറഞ്ഞ പോലെ സംഘടിച്ച് ശക്തരാവുക തന്നെയാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടുന്നൊരു കാര്യം. അതായത് തിരിച്ചടിക്കണമെന്നൊന്നുമല്ല, പക്ഷേ ബാർഗെയിൻ ചെയ്യാനുള്ള ശക്തി ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ മാനസിക രോഗികൾ മീൻസ് ഈ പറയുന്ന ഇത്തരം
ദുഷ്ടബുദ്ധികളായിട്ടുള്ള മനുഷ്യർ പലതരത്തിലുള്ള മതജാതി ചിന്തകളാലും ഇങ്ങനെയുള്ള അങ്ങേയറ്റം ദുഷ്ടമായിട്ടുള്ള കാര്യങ്ങളാലും നിയന്ത്രിക്കപ്പെടുന്ന ഈ മനുഷ്യർ ഈ കുട്ടികളെ ഇങ്ങനെ ഒറ്റക്കൊറ്റക്കാക്കിയിട്ട് ഇതുപോലുള്ള വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. അതുകൊണ്ട് സംഘടിതരായിട്ട് കളക്റ്റീവായിട്ടൊരു ഫോഴ്സായിട്ട് നിൽക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. റൈറ്റ്, അതെ. ഡോക്ടർ കുപ്പായം അണിയാൻ മോഹിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് എത്തിയ വിദ്യാർത്ഥിയാണ്. കോളേജിൻ്റെ ഇടനാഴികളിൽ വെച്ച് എങ്ങനെ വേട്ടയാടപ്പെട്ടു എന്നതിൻ്റെ നേർചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പുരോഗമനപരമായ ചിന്താഗതികളുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പല രൂപങ്ങളിലും ജാതി വിവേചനം പ്രകടമാകുന്നത് അപലപനീയമാണ്. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്ന അധ്യാപകർ ആ സ്ഥാനത്തിന് ഒട്ടുമേ അർഹരല്ല എന്ന് മാത്രം തൽക്കാലം പറയുന്നു. ഒരു അധ്യാപകൻ എന്നത് കേവലം പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന ഒരാൾ മാത്രമല്ല, മറിച്ച് ഒരു തലമുറയെ വാർത്തെടുക്കുന്ന വ്യക്തിയാണ്. എല്ലാ വിദ്യാർത്ഥികളെയും ഒരുപോലെ കാണാൻ കഴിയാത്ത ഒരാൾക്ക് നീതിപൂർവ്വം എങ്ങനെ വിദ്യാർത്ഥികളോട് പെരുമാറാൻ കഴിയും, എങ്ങനെ അറിവ് പകർന്നു നൽകാൻ കഴിയും? ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചനം തടയുന്നതിനുള്ള നിയമനിർമ്മാണം പരിഗണിക്കാൻ പോലും നമ്മുടെ സർക്കാരുകൾ ഇതുവരെ തയ്യാറായിട്ടുമില്ല. വ്യക്തിപരമായ വിരോധത്തിൻ്റെ പേരിൽ ഇന്റേണൽ മാർക്കുകൾ കുറയ്ക്കുകയോ പരീക്ഷകളിൽ തോൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന അധ്യാപകരുടെ രീതിയും എതിർക്കപ്പെടേണ്ടതാണ്. ഒരു നല്ല അധ്യാപകൻ ഭയമല്ല, മറിച്ച് ആദരവും സ്നേഹവുമാണ് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കേണ്ടത്. അധ്യാപനം എന്നത് കേവലം ഒരു ജോലിയല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. RDX ഇടവേളയിലേക്ക്.